ഇവർ വീട്ടിൽ നിന്ന് ചെറിയ രീതിയിൽ തെറാപ്പി ചെയ്തു. ആക്സിഡന്റ് എന്ത് ആക്സിഡന്റ് ആയിരുന്നു? ബൈക്കിൽ വീണോ? ബൈക്കിൽ നിന്ന് വീണിട്ട് തെറിച്ച് വീണു അല്ലേ? ഇപ്പോൾ ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? ആ സമയത്ത് ഒരു കുറഞ്ഞ സമയം ഓക്സിജൻ കിട്ടാൻ ബുദ്ധിമുട്ട്. ശരിക്കും റിലാക്സ് ആയിട്ടുണ്ട് അല്ലേ? ഇത് എത്ര നാളെ ആക്സിഡൻ്റ് ആയിട്ട്? 3 മാസം കഴിഞ്ഞു. 102 ദിവസം. ഉമ്മ മരിച്ചോ? അപ്പോൾ ആരെ കൂടെ ഉണ്ടായത്? 4 പേരുണ്ട്. ഓക്കെ. മറ്റേ കുട്ടിക്കും കുഴപ്പമില്ല. റിലാക്സ് ആയിട്ടില്ലേ? ഞാൻ വെള്ളമൊക്കെ കൊടുത്തു നോക്കാം. ഇന്ന് എന്തെങ്കിലും കുഴപ്പമില്ല, നടക്കുള്ളൂ കേട്ടോ. നോക്കുന്നൊക്കെ ഉണ്ടല്ലേ? ഒന്നും അറിയില്ലായിരുന്നു. അന്ന് തീരെ കഴിക്കില്ലായിരുന്നു വായ്പൂടെ. അപ്പൊ അന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വായ്പൂടെ കഴിക്കുന്നതായിട്ട്. അതിന് ശേഷമാണ് പിന്നെ ഇങ്ങനെ ഇപ്പൊ ഉറങ്ങാത്ത സമയത്തൊക്കെ വായ്പൂടെ തന്നെ കൊടുക്കുന്നത്. പിന്നെ ടേസ്റ്റ് ഒക്കെ ഇപ്പൊ നല്ലോണം അറിയാൻ തുടങ്ങിയതുകൊണ്ട് മരുന്ന് കൊടുക്കാൻ പറ്റുന്നില്ല, ഭയങ്കര കരച്ചില്ല. അപ്പൊ ഞങ്ങള് മരുന്ന് ട്യൂബില്, പിന്നെ ഉറങ്ങുമ്പോഴും ട്യൂബില് കൊടുക്കും. ഒരു സമാധാനായില്ലേ? അല്ലെങ്കിൽ കരച്ചില്ലോട് കരച്ചില്ലേ? അന്ന് ഇത്ര വെയിറ്റ് കൂടിട്ടോ. അപ്പൊ അതിന്റെ ശേഷം ആ ഒരു ബലപ്പെടുത്തിയിരുന്നല്ലോ അമ്മ. അതൊക്കെ മാറിയതിന്റെ ശേഷം ഇപ്പൊ വെയിറ്റ് ഒക്കെ കുറച്ച് കൂടി. എന്നുവെച്ചാൽ ആർക്കും അത് മനസ്സിലാവില്ല എന്താ സംഭവം എന്നുള്ളത്. കാര്യം കുറേ ബാംഗ്ലൂർ എവിടെയോട്ടും പോയതായിരുന്നു. സംസാരിക്കാനുള്ള രസം കൊണ്ടല്ലേ? എല്ലാം ശരിയായിക്കൊള്ളു. ആദ്യം ഭയങ്കര സ്മാർട്ട് ആയിരുന്നു. ഞങ്ങൾ പറയുന്ന 1 വയസ്സിന്റെ സ്മാർട്ട്നെസ് അല്ല, അതിനേക്കാൾ ഭയങ്കര ഇമ്പ്രൂവ് ചെയ്തു കാര്യങ്ങളൊക്കെ. പിന്നെ പെട്ടെന്ന് ആക്സിഡന്റ് ഇല്ല അല്ലേ? അവര് പറഞ്ഞത് പിന്നെ ബ്രെയിനിൽ നിന്ന് കുറച്ച് നേരം ഓക്സിജൻ മാറി പോയി അങ്ങനെയാണ് അവർ പറഞ്ഞത്. എല്ലാ ടെസ്റ്റിലൊക്കെ അതന്നെ പറഞ്ഞു. ഈ ജീവിതത്തിലും നിംഹാൻസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞേ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വരാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ഇമ്പ്രൂവ്മെന്റ് ആവാൻ കാലിന്റെ മൂവ്മെന്റ്സ് ജസ്റ്റ് ഇന്നലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ശരിക്കും അനക്കുന്നില്ലായിരുന്നു. ഇപ്പം ഓനിങ്ങനെ കൈയൊക്കെ വായിക്കൊണ്ടുപോകും. കുറവാണ് നല്ല തീരെ ഒന്നും ആവൂലായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ കാലൊക്കെ ചെറുങ്ങനെ പൊക്കുന്നുണ്ടോ? അത്യാവശ്യം ഇങ്ങനെ ഇത്ര ഹൈറ്റിൽ പൊന്തിച്ചെങ്കിലും മുഖം തന്നെ മാറിയില്ലേ? പ്ലസ് ഉണ്ടായില്ലേ മുഖക്ക്? ബേ ബേ ഇല്ല. പക്ഷെ ഇപ്പൊ എന്തോ ഒരു ഓർമ്മ നിർത്തുന്നവര്
വാ അങ്ങോട്ട് വാ 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 എണീറ്റ് നിൽക്ക് മോനെ. കാല് ചവിട്ടി എണീക്ക്. ആ എണീക്ക്. തല പൊന്തിക്ക്. അല്ല തല പൊന്തിക്ക്. ഇങ്ങോട്ട് വാ 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 കുഞ്ഞി ഇങ്ങോട്ട് വാ. അപ്പോ പല കുട്ടികളും ആ കുട്ടി തന്നെ അവിടെ ഇരിക്കുന്നു അല്ലേ. ആ കുട്ടിയുടെ അമ്മ ആക്സിഡന്റിൽ മരിച്ചു. കുട്ടിയുടെ ജീവൻ തന്നെ അപകടത്തിലായിട്ട് എല്ലാവരും കൈവിട്ടിട്ടുള്ള കുട്ടിയായിരുന്നു. എൻ്റെ അടുത്ത് വരുമ്പോ പറഞ്ഞോളൂ. എല്ലാരും അറിയട്ടെ നമ്മളിങ്ങനെ ഞാൻ അങ്ങനെയുള്ളത് പറയാൻ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ആ മൈക്കുണ്ട പറഞ്ഞു. അതായത് ആ കുട്ടി എൻ്റെ അടുത്ത് വരുമ്പോ ഇങ്ങനെ വളഞ്ഞു കിടക്കായിരുന്നു. അതായത് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിരന്തരമായിട്ട് ഒരു ആക്സിഡന്റിന് ശേഷം 3 മാസമായിട്ട് കുട്ടി ഇങ്ങനെ കരഞ്ഞല്ലേ ജീവിച്ചോണ്ടിരുന്നത്. ഇങ്ങനെ വളഞ്ഞു കിടക്കായിരുന്നു കുട്ടി. അപ്പൊ എല്ലാവരും കൈവിട്ട കുട്ടിയാണ്. ആ കുട്ടി ഞാൻ അന്ന് ചെയ്തൊരു 15-20 മിനിറ്റ് ആകുമ്പോഴേക്കും കുട്ടി കരച്ചില് മാറി അല്ലേ. കരച്ചില് മാറി. ഇപ്പൊ അവനെ നോക്കും. ഇപ്പൊ നമ്മളെ നോക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിലൊക്കെ ഉള്ള ഡോക്ടർമാര് പറഞ്ഞതാ ട്യൂബ് എടുക്കുന്ന കാര്യം ചിന്തിക്കാനേ പറ്റൂല. അപ്പൊ അവിടുന്ന് ഇവിടെ ഞങ്ങൾ സെപ്റ്റംബർ 2-ാം തീയതി വന്ന് ഒന്ന് ചെയ്തു പോയി. പിന്നെ രണ്ടാമത് ഞങ്ങൾ നവംബറിൽ 3 ദിവസത്തിന് വന്നു. അങ്ങനെ നവംബർ 4-ന് ഇവിടുന്ന് ചെയ്തു പോയ ശേഷം 10-ാം തീയതി ട്യൂബ് എടുത്തവർക്ക് 5 മാസം ട്യൂബ് ഇട്ടിട്ടുള്ളൂ. ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവനെല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അന്ന് നമ്മൾ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വയസ്സും 17 ദിവസമായപ്പോഴാണ് ഇത് സംഭവിച്ചത്. ആ സമയത്ത് അവന് നടക്കുകയില്ല, ഉമ്മ അതൊക്കെ വിളിക്കുകയും എല്ലാം ചെയ്യുകയും. പിന്നെ അവന് ഒരു പക്ഷേ ആ കുട്ടി ഇപ്പോ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ആ കുട്ടി ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതല്ലേ. സത്യമാണ്. കാരണം അത് ജീവനാണ് നമ്മൾ അവിടെ നേടിയെടുത്തിരിക്കുന്നത്. ഒരു ലൈഫാണ് എന്ന് വെച്ചാൽ ഇനി ഒരു പക്ഷേ അവന്റെ തലമുറകള് ജീവിക്കാൻ പോണതാണ്. അപ്പൊ അങ്ങനെ നമ്മള് റിസ്ക് എടുക്കും. ആലോചിച്ച് നോക്കണം, റിസ്ക് എടുക്കണം.